ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റൂം ടൂർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസാണ് നിങ്ങളെപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഞാൻ എവിടെ നിന്നാൽ കൂടുതൽ റൂമിൽ നിന്നിട്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാറ്. യൂട്യൂബ് ആണെങ്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലൊക്കെ റൂമിലാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാറ്. അപ്പോൾ ആ റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൂമിൽ കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ കുറേ ഡ്രസ്സുകളും ഇപ്പോൾ ഡ്രസ്സിൻ്റെ റീൽസാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ പിന്നെ അതുപോലെ ട്രൈപ്പോഡ് ലൈറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. വീഡിയോ ഇറങ്ങുന്ന ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്നിട്ട് നോട്ടിഫിക്കേഷൻ എവിടെയാണ് അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ കോലം. നമ്മുടെ ഡ്രസ്സുകൾ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ കർട്ടൻ. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ബാക്കി ബുക്കുകൾ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. ഒരു ചെറിയ ഗോൾ ലാപ്പോഡ് അല്ലെങ്കിൽ ചെറിയ ട്രൈപ്പോഡ് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മിററിൽ കാണാം. ബാക്ക് ക്യാമറ എടുക്കണമെങ്കിൽ ആ മിറർ വെച്ച് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ട്രൈപ്പോഡ് കാണിച്ചു തരാം. ഇതൊരു ചെറിയ ട്രൈപ്പോഡാണ്. ഞാൻ കയ്യിൽ വെച്ച് പിടിച്ച് വീഡിയോ എടുക്കാനുള്ള സംഭവമാണ്. അപ്പോൾ ഇതിവിടെ വെച്ചിട്ട് ഞാൻ അതേപോലെ തന്നെ ഈ ഒരു മിററിൽ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജനലായതുകൊണ്ട് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടാവും. പിന്നെ വേറെ എക്സ്ട്രാ ലൈറ്റിൻ്റെ അത്യാവശ്യം നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപ്പോഡുകൾ കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ട്രൈപ്പോഡ്. അപ്പോൾ അത് ഒരു ചെറിയ ട്രൈപ്പോഡാണ്. അതിൻ്റെ ജസ്റ്റ് മോൾ ഭാഗത്ത് ആ ഒരു സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ അതാണ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാറില്ല. ഒരു പ്രാവശ്യം പൊട്ടിയപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചായിരുന്നു. പിന്നെ അത് ഒന്നും കൂടി പൊട്ടിപ്പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രൈപ്പോഡാണ് ഈ കാണുന്നത്. ഇത് ഒരു റിംഗ് ലൈറ്റിൻ്റെ മുകളിൽ റിംഗ് ലൈറ്റ് നമ്മൾ വേറെ വാങ്ങിച്ചതാണ്. ഇതൊരു ഏകദേശം 7 അടി നീളമൊക്കെ വരുന്ന ട്രൈപ്പോഡാണിത്. അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതായത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് റിംഗ് ലൈറ്റ് നമ്മൾ വേറെ വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്കിവിടെ മൊബൈൽ വെച്ചിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ട്രൈപ്പോഡ്. ഇത് ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിത് വാങ്ങിച്ചതിൽ ഏറ്റവും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. നല്ല ഒരു അടിപൊളി ഫിനിഷിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒസാക്ക എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ OS 550 എന്ന് പറഞ്ഞിട്ട് മോഡലാണ്. അപ്പോൾ ഈ അടുത്ത് ഇതിൻ്റെ റിവ്യൂ സംഭവങ്ങളൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപ്പോഡിൻ്റെ സെക്ഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒന്നില്ലെങ്കിൽ പ്രത്യേകം എടുക്കും, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടൻറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഈ ബുക്കിലാണ് എഴുതി വയ്ക്കാറ്. അപ്പോൾ ഈ ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ ഇല്ല, ബാക്കിലാണ് കൂടുതൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കണ്ടൻറ്റുകൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കണ്ടൻറ്റുകൾ എഴുതി വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് വല്ല പാട്ട് കേൾക്കാൻ ഇതിനൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റ് ഒരു വയേർഡ് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഇതാണ് നമ്മുടെ വയേർഡ് മൈക്ക്. പിന്നെ വയർലെസ് മൈക്ക് ഉണ്ട്. വയർലെസ് മൈക്കാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രനേഡയുടെ. ഇപ്പോൾ കുറേ നാളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ഇതും അടിപൊളി മൈക്കാണ്. പക്ഷേ ഇത് വയേർഡാണെന്ന് മാത്രമൊരു പ്രശ്നമുള്ളൂ. ആ വയർ ഇതേപോലെ എപ്പോഴും ഇങ്ങനെ കെട്ടുപിടിച്ച് കിടക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബാക്കി സംഭവങ്ങൾ കൂടി കാണിച്ചത്, അതായത് ആ ടേബിൾ കുറച്ച് അധികം സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ. പിന്നെ അതുപോലെ തന്നെ കുറേ ഡ്രസ്സുകൾ ബാക്കിൽ കിടക്കണതാണ്. ഇപ്പോൾ കൂടുതൽ ഡ്രസ്സിൻ്റെ റീൽസാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാറ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും കുറേ ഡ്രസ്സുകൾ ഇരിക്കാനാണ്. അപ്പോൾ അതൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് കൊണ്ടുവച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആണ് നമ്മുടെ ടേബിൾ വരുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത് കുറച്ച് കൂളിംഗ് ഗ്ലാസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. ഇതൊക്കെ കൂളിംഗ് ഗ്ലാസ്സാണ്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ വേറെ കൂളിംഗ് ഗ്ലാസ്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ 100-150 രൂപ അങ്ങനെ ആ റേഞ്ചിലുള്ള ചെറിയ നമ്മുടെ വീഡിയോസ് ഔട്ട്ഫിറ്റ് വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഹെഡ്സെറ്റ് സംഭവങ്ങളൊക്കെയാണ്. ഇത് നമുക്കൊരു കമ്പനി ഒരു പേജ് അയച്ചതാണ്, ഒരു ടെലഗ്രാം പേജ് അയച്ചതാണ്. ഇതൊരു നമുക്കൊരു പേജ് അയച്ചത് ഇൻസ്റ്റാ പേജ് അയച്ചതാണ്. ഇതും ഒക്കെ ഇൻസ്റ്റാ പേജാണ്. ഇത് നമ്മൾ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് സെബ്രോണിക്സിൻ്റെ ഒരു സ്പീക്കറാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഒരു ലാപ്ടോപ്പും വെച്ചതിന് ശേഷം ഇവിടെ 2 സ്ക്രീനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ നോക്കിയാൽ കാണാം. ഇപ്പം അങ്ങനെ അധികം നമ്മളങ്ങനെ ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലൈറ്റാണ്. ഈ ലൈറ്റ് അടിപൊളി സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. ചാർജ് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ അമർത്തുമ്പോൾ കളർ മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ RGB ലൈറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഗോൾഡ് ലാപ്പോഡാണ്. പിന്നെ ഇത് നമ്മുടെ ഫോണുകളുടെ പെട്ടികളൊക്കെയാണ്. ഇതാണ് എൻ്റെ ഫോണിൻ്റെ പെട്ടി, പോക്കോ M4 Pro. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹിമാലയൻ ഉണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഹിമാലയൻ്റെ ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ ടോയാണ്. നല്ല അടിപൊളി സംഭവമാണ്. നല്ല ഡീറ്റെയിലിങ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി ടോയാണ്. പിന്നെ അപ്പോൾ തന്നെ എൻ്റെ ഒരു RC കാർ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ താഴ്ത്ത് കൊണ്ട് വെച്ചേക്കാണ്. അല്ലെങ്കിൽ അതും ഇവിടെ ഉണ്ടാവാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറച്ച് വേസ്റ്റ് സംഭവങ്ങളൊക്കെ, അതായത് പെട്ടികൾ, അതായത് കവറുകളും അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലിടും. പിന്നെ അതുപോലെ ഇതാണ് നമുക്ക് ഈ അടുത്ത് കിട്ടിയ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചെന്നൊരു ടീഷർട്ടാണിത്. പിന്നെ ഇതൊക്കെ എൻ്റെ ഷർട്ടുകളാണ്, എൻ്റെയും ചേട്ടൻ്റെയും ഷർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഈ അടുത്ത് നമ്മൾ വാങ്ങിച്ചാണ് മമ്മൂട്ടിയുടെ ഷർട്ട്. അങ്ങനെ കുറേ ഷർട്ടുകളുണ്ട്. നമ്മൾ ജാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ജാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ അടുത്ത് തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ വരും. പിന്നെ ഇതിലും കുറേ ഡ്രസ്സുകൾ എൻ്റെ ഉണ്ട്, കുറേ ഡ്രസ്സ് ചേട്ടൻ്റെ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചെന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ടോട്ടൽ വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പോയപ്പോൾ നമുക്ക് കിട്ടിയതാണ്, യൂട്യൂബിൻ്റെ ഒരു തൊപ്പി. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ എൻ്റെയും ചേട്ടൻ്റെയും പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഇപ്പോഴത്തെ ഒക്കെ ബുക്കുകളൊക്കെയാണ്. കുറേ ബുക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ബുക്കുണ്ട്. പിന്നെ ഇത് കുഞ്ഞ് കഥാവസ്തുക്കൾ സംഭവങ്ങളൊക്കെയാണ്, അതായത് നമ്മുടെ ബാലഭൂമി ബാലരമയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റ് ഒന്നതേ കത്തിച്ചാൽ അപ്പോൾ ഇതാണ് ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു റിമോട്ട് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ അമർത്തിയാൽ പല കളറായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇഷ്ടമുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സംഭവങ്ങളൊക്കെ പറ്റും. അപ്പോൾ ഇതൊരു അടിപൊളി ലൈറ്റാണ്. അപ്പോൾ എന്തായാലും അത്രത്തോളമുള്ളത് ചെറിയൊരു റൂം ടൂർ വീഡിയോ ആണ്. നമ്മൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നപ്പോൾ ജസ്റ്റ് റൂമിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത്. മൈക്കൊക്കെ തടുത്തുകൊണ്ട് സൗണ്ട് കൃത്യം കിട്ടണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ എപ്പോഴും. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.